2026 PSC വിളിക്കാൻ പോകുന്ന UP സ്കൂൾ ടീച്ചർ സിലബസിലെ പാർട്ട് 1 ഭാഗത്തു നിന്നുള്ള പാർട്ട് 1 സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നുള്ള മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഇത് ആദ്യത്തെ വീഡിയോ ആണ്. പാർട്ട് 1-ൽ കേരള ചരിത്രം ആ ഭാഗത്തു നിന്നുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, അതിലാദ്യത്തെ പറയുന്നത് പഴശ്ശി വിപ്ലവമാണ്. അപ്പോൾ ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഴശ്ശിരാജയെക്കുറിച്ചാണ്. പഴശ്ശിരാജ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ വിശദമായി തന്നെ നമ്മൾ ചാനലിൽ പഴശ്ശിരാജയെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, പഴശ്ശി വിപ്ലവങ്ങൾ. വീര കേരളസിംഹം എന്നറിയപ്പെടുന്ന പഴശ്ശിരാജയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയെ കൊള്ളയടിക്കാനെത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തികൾക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളാണ് പഴശ്ശിരാജ. അദ്ദേഹം ജനിച്ചത് 1753 ജനുവരി 3 കോട്ടയം രാജകുടുംബത്തിലാണ്. ഈ കോട്ടയം മലബാറിലെ കോട്ടയമാണ്. പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ പുരളിശെമ്മാൻ എന്നും വിളിക്കപ്പെടുന്നവരാണ് കോട്ടയം തമ്പുരാക്കന്മാർ. കണ്ണൂരിലെ തലശ്ശേരി താലൂക്കിലാണ് പുരളിമല. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കെട്ടിയോട്ട് രാജ എന്നും പഴശ്ശിരാജാവ് അറിയപ്പെടുന്നുണ്ട്. ഒട്ടും മറന്നില്ല ഞങ്ങളിന്നും നെടും കോട്ടയം നാട്ടിലെ കേസരി വീരനെ, ഹൃത്തിലെ ചെഞ്ചോര നീരിലി സ്വാതന്ത്ര്യ വിത്തുമുളപ്പിച്ച കർഷക വീരനെ, സ്വാതന്ത്ര്യ ലബ്ധിതൻ ലഹരിയിൽ പാടേ മറന്നു മലയാളിയെങ്കിലും. പി കുഞ്ഞിരാമൻ നായരുടെ പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിതാഭാഗത്തു നിന്നുള്ള വരികളാണിത്. USCERT സിലബസിലെ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് പഴശ്ശിരാജയെക്കുറിച്ചാണ്. പഴശ്ശി കലാപങ്ങൾ നടന്നത് 2 തവണയായിട്ടാണ്. ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 മുതൽ 1797 വരെയാണ്, 18ാം നൂറ്റാണ്ടിൽ. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ്, 19ാം നൂറ്റാണ്ടിൽ. അപ്പോൾ നമുക്ക് പഴശ്ശി കലാപങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യമായി ഒന്നാം പഴശ്ശി കലാപം. അപ്പോൾ പഴശ്ശി കലാപങ്ങൾ നടന്ന ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793-97 ആണെങ്കിൽ രണ്ടാം പഴശ്ശി കലാപം 1800-1805 ആണ്. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം നോക്കാം. 4 മൈസൂർ യുദ്ധങ്ങളാണ് ഉള്ളത്. അതിൽ 3ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധങ്ങൾ. ഇത് 4 മൈസൂർ യുദ്ധങ്ങളാണ് ഉള്ളത്. അതിൽ 3ാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നു. അതുമായി ബന്ധപ്പെട്ട സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. അതായത് 3ാം മൈസൂർ യുദ്ധത്തെ തുടർന്ന് ഉണ്ടായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. 1792 ശ്രീരംഗപട്ടണം സന്ധി. ടിപ്പു സുൽത്താനും കോൺവാലിസ് പ്രഭുവും തമ്മിലാണ് ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുന്നത്. പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരുമായി ചേർന്ന് ടിപ്പുവിനെതിരെ യുദ്ധം ചെയ്യുന്നു. അതായത് ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിക്കുമ്പോൾ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരുമായി ചേർന്നിട്ടാണ് ടിപ്പു സുൽത്താനെ കേരളത്തിൽ നിന്ന് തുരത്തുന്നത്. ഈ ഒരു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുന്നു. അതായത് പഴശ്ശിരാജാവിൻ്റെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ നമ്മളുടെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നു. ഇതേ തുടർന്നുണ്ടായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. ഈ ശ്രീരംഗപട്ടണം സന്ധി ആര് തമ്മിലായിരുന്നു? ടിപ്പു സുൽത്താനും കോൺവാലിസ് പ്രഭു, അല്ലെങ്കിൽ ടിപ്പു സുൽത്താനും മൈസൂർ സുൽത്താൻമാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ സന്ധിയാണ്
ശ്രീരംഗപട്ടണം സന്ധി. പഴശ്ശിരാജാവ് ടിപ്പു സുൽത്താന് എതിരെയായിരുന്നു. അപ്പോൾ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുമായി ചേർന്നുകൊണ്ട് ടിപ്പു സുൽത്താനെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നു. ഈ സന്ധി പ്രകാരം, അതായത് ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം വയനാട് ഒഴിച്ചുള്ള മലബാറിലെ പ്രദേശങ്ങളുടെ അധികാരം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. ഇതെല്ലാം ടിപ്പു സുൽത്താൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു. ടിപ്പു സുൽത്താനെ ഓടിച്ചതിന് ശേഷം ശ്രീരംഗപട്ടണം സന്ധിയിലൂടെ ഈ പ്രദേശങ്ങളെല്ലാം ആർക്ക് ലഭിക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു. യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിനെ അവഗണിച്ചു. അതായത് ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ വിജയിച്ചത്, ടിപ്പു സുൽത്താനെതിരെയുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കാൻ കാരണം അല്ലെങ്കിൽ വിജയിച്ചത് പഴശ്ശിരാജാവിൻ്റെ സഹായത്തോടെയാണ്. അങ്ങനെ അവർ ടിപ്പു സുൽത്താനെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്നു. പക്ഷേ യുദ്ധം കഴിയുമ്പോൾ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിനെ അവഗണിച്ചു. യുദ്ധത്തിന് ശേഷം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ടത്തെ രാജാവിന് അവർ പ്രാധാന്യം കൊടുത്തു. പഴശ്ശിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അതായത് ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധം വിജയിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിനെ തഴയുന്നു. പഴശ്ശിരാജാവിൻ്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ യുദ്ധം വിജയിച്ചതെങ്കിലും പിന്നീട് പഴശ്ശിരാജാവിനെ ഒഴിവാക്കിക്കൊണ്ട് പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പനാട്ടത്തെ രാജാവിന് അവർ പ്രാധാന്യം കൊടുത്തു. ഇത് പഴശ്ശിരാജാവിന് ഇഷ്ടമാവുന്നില്ല. കോട്ടയം ഭാഗത്തെ നികുതി പിരിക്കാനുള്ള അവകാശവും കോട്ടയത്തെ പാട്ട അധികാരവും കുറുമ്പനാട്ടത്തെ രാജാവിനാണ് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നത്. അങ്ങനെ പഴശ്ശിക്ക് ബ്രിട്ടീഷുകാരോട് വിരോധം തുടങ്ങുകയാണ്. ബ്രിട്ടീഷുകാരും പഴശ്ശിരാജാവും ചേർന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പഴശ്ശിരാജാവിൻ്റെ സഹായത്തോടെയാണ് ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ ഓടിക്കുന്നതെങ്കിലും പിന്നീട് ബ്രിട്ടീഷുകാരും പഴശ്ശിരാജാവും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ്. അങ്ങനെ പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്ക് എതിരാവുകയാണ് ചെയ്യുന്നത്. മലബാർ തങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം ബ്രിട്ടീഷുകാർ മലബാറിൽ പുതിയ നികുതി വ്യവസ്ഥകൾ കൊണ്ടുവന്നു. ഈ നികുതികൾ അതാത് സ്ഥലത്തെ ഭരണാധികാരികൾ പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടി വന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമതായിട്ട് ബ്രിട്ടീഷുകാർ 1792 ശേഷം, അതായത് ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം മലബാറിൽ കൊണ്ടുവന്ന ഭാരിച്ച നികുതികൾ. രണ്ടാമതായിട്ട് ബ്രിട്ടീഷുകാർ പഴശ്ശിയെ തഴഞ്ഞ് കുറുമ്പനാട്ടത്തെ രാജാവിന് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ പഴശ്ശി വിപ്ലവത്തിലേക്ക്, ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച രണ്ട് കാരണങ്ങൾ: ഒന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പുതിയ നികുതി വ്യവസ്ഥകളും, രണ്ട് പഴശ്ശിരാജാവിനെ തഴഞ്ഞ് കുറുമ്പനാട്ടത്തെ രാജാവിന് ബ്രിട്ടീഷുകാർ പ്രാധാന്യം കൊടുത്തതുമാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ രംഗഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പുരളിമല. ഈ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് എന്നാണ്? 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അരങ്ങേറുന്നത്. പുരളിമല ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമാണ്. പഴശ്ശി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചത് ഗൊറില്ല യുദ്ധതന്ത്രമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ താവളം വയനാട്ടിലേക്ക് മാറ്റി. രണ്ടാമതായിട്ട് തദ്ദേശീയ ജനവിഭാഗങ്ങളെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, അല്ലെങ്കിൽ തദ്ദേശീയ ജനവിഭാഗങ്ങളെ തന്നോടൊപ്പം കൂടെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പഴശ്ശി വിപ്ലവം നയിക്കുന്നത്. ഒളിപ്പോർ യുദ്ധമാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയത്. ഒളിപ്പോർ യുദ്ധം അഥവാ ഗറില്ല വാർ. അപ്പോൾ ഇത് മൂന്നുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ. ഏതൊക്കെയാണ്? താവളം വയനാട്ടിലേക്ക് മാറ്റി, തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു, ഒളിപ്പോർ യുദ്ധം. കുറിച്യ നായകനായ തലയ്ക്കൽ ചന്തു, നായർ പടയെ നയിച്ച എടച്ചേനക്കുങ്കൻ, കൈതേരി അമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവരാണ് പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകിയവരിൽ പ്രമുഖർ.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറിച്യ നായകനായ ആരാണ് കുറിച്യ നായകർ? തലയ്ക്കൽ ചന്തുവാണ് കുറിച്യ നായകർ. നായർ പടയെ നയിച്ചത് എടച്ചേന കുങ്കനാണ്. പിന്നെ കൈതേരിയമ്പു, കണ്ണവത്ത് ശങ്കരൻ, പള്ളൂർ എമ്മൻ എന്നിവരാണ് പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകിയവർ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു. ഒടുവിൽ ബ്രിട്ടീഷുകാർ പഴശ്ശിയുമായി ഒത്തുതീർപ്പിന് തീരുമാനിച്ചു. ഒത്തുതീർപ്പിന് നേതൃത്വം കൊടുത്തത് ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കനാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് പഴശ്ശിയുടെ വിജയത്തിന് ശേഷം ഒത്തുതീർപ്പിന് നേതൃത്വം കൊടുത്ത ബോംബെ ഗവർണറാണ് ജോനാഥൻ ഡങ്കൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തെ തുടർന്ന് ഒത്തുതീർപ്പിന് നേതൃത്വം കൊടുത്ത ബോംബെ ഗവർണർ ആരായിരുന്നു? ജോനാഥൻ ഡങ്കൻ. അടുത്തത് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവം അരങ്ങേറുന്നത് 1800 മുതൽ 1805 വരെയാണ്. ആ സമയത്താണ് അതായത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് മുമ്പായിട്ടാണ് നാലാം മൈസൂർ യുദ്ധം നടക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും ടിപ്പു സുൽത്താനും തമ്മിലാണ് നാലാം മൈസൂർ യുദ്ധം. നാലാം മൈസൂർ യുദ്ധം എന്നാണ് 1799 ഈ സമയത്ത് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നു. അപ്പോൾ നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. ടിപ്പു കൊല്ലപ്പെടുമ്പോൾ വയനാടും ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുന്നു. അപ്പോൾ അതിനു മുമ്പ് ടിപ്പു കൊല്ലപ്പെട്ടതിന് ശേഷമാണ് വയനാടും ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നത്. വയനാടിനു വേണ്ടി ബ്രിട്ടീഷുകാരും പഴശ്ശിയും തർക്കങ്ങളായി. ഇതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തെറ്റായ നികുതി വ്യവസ്ഥകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ഭാരിച്ച നികുതി വ്യവസ്ഥകളാണെങ്കിൽ, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം ടിപ്പു സുൽത്താൻ്റെ മരണശേഷം 1799 ടിപ്പു സുൽത്താൻ്റെ മരണത്തിന് ശേഷം, അതായത് നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം വയനാട് ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയും ഈ വയനാടിന് വേണ്ടിയാണ് പഴശ്ശി രാജാവ് രണ്ടാം പഴശ്ശി വിപ്ലവം നയിക്കുന്നത്. ഈ സമയത്ത് പഴശ്ശിയെ തളയ്ക്കാൻ ബ്രിട്ടീഷുകാർ ഒരു സർവ്വസൈന്യാധിപനെ നിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ആർതർ വെല്ലസ്ലി. അപ്പോൾ പഴശ്ശി രാജാവിനെ തോൽപ്പിക്കാനായി, അല്ലെങ്കിൽ പഴശ്ശി രാജാവിനെതിരെ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സർവ്വസൈന്യാധിപനാണ് ആര്? ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി. ഈ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ആർതർ വെല്ലസ്ലി. 1815 വാട്ടർലൂ യുദ്ധം നടക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യം നെപ്പോളിയനെ പരാജയപ്പെടുത്തി. അപ്പോൾ വാട്ടർലൂ യുദ്ധം ആരൊക്കെ തമ്മിലാണ്? നെപ്പോളിയനും ആർതർ വെല്ലസ്ലിയും തമ്മിൽ നടന്ന യുദ്ധമാണ് വാട്ടർലൂ യുദ്ധം. അങ്ങനെ ഈ വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ നെപ്പോളിയനെ പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തിനെ സെൻറ്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ, അതായത് വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാണ്? ആർതർ വെല്ലസ്ലിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വാട്ടർലൂ യുദ്ധവും നെപ്പോളിയൻ പറയാനുള്ള കാരണം നമ്മൾ ആർതർ വെല്ലസ്ലിയെ കുറിച്ച് പരാമർശിച്ചു. അതായത് ആർക്കെതിരെ, അല്ലെങ്കിൽ പഴശ്ശിരാജാവിനെതിരെ യുദ്ധം നയിച്ചത് ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. ഈ ആർതർ വെല്ലസ്ലി തന്നെയാണ് വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന പേരാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ആർതർ വെല്ലസ്ലിയാണ്. രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് മലമ്പനി പിടിപെടുന്നു. ഈ സമയത്ത് ബ്രിട്ടീഷുകാർ പ്രാദേശികമായി ഉണ്ടാക്കിയ സൈന്യം അറിയപ്പെടുന്നത് കോൽക്കാർ എന്നാണ്. ഇത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് രണ്ടാം പഴശ്ശി യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് മലമ്പനി പിടിപെടുമ്പോൾ അവർ പ്രാദേശികമായി തന്നെ ഒരു സൈന്യം കെട്ടിപ്പടുക്കുന്നു. ആ സൈന്യത്തിൻ്റെ പേരാണ് കോൽക്കാർ. പഴശ്ശി വിപ്ലവത്തിൽ കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? തലയ്ക്കൽ ചന്തുവാണ് കുറിച്യരുടെ നേതാവ്. അതായത് പഴശ്ശിയെ സഹായിച്ച
ട്രൈബൽ വിഭാഗമാണ് ഏത്? ഈ കുറിച്യർ. അപ്പോൾ ഈ കുറിച്യരുടെ നേതാവായിരുന്നത് തലക്കൽ ചന്തുവാണ്. തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നത്, ആ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരായിരുന്നു? TH ബാബറാണ് തലശ്ശേരി സബ് കളക്ടർ. TH ബാബർ നടത്തിയ പ്രഖ്യാപനങ്ങളാണ്: പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിക്കുന്നവർക്ക് നല്ല ശിക്ഷ ലഭിക്കും, പഴശ്ശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്നവർക്ക് നല്ല സമ്മാനങ്ങൾ ലഭിക്കും. അപ്പോൾ TH ബാബർ നടത്തിയ 2 പ്രഖ്യാപനങ്ങളാണ്: പഴശ്ശിയെ യുദ്ധത്തിൽ സഹായിക്കുന്നവർക്ക് നല്ല ശിക്ഷ ലഭിക്കും, പഴശ്ശിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്നവർക്ക് നല്ല സമ്മാനങ്ങൾ ലഭിക്കും. വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത്. ഒന്നാമതായിട്ട് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി. 2 പുതിയ റോഡുകൾ നിർമ്മിച്ചു. 3 വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു. 4 കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇതുപോലുള്ള നടപടികൾ കൈക്കൊണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിനെ എതിരിടുന്നത്. പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത് നമുക്കൊന്ന് നോക്കാം. അത് 8ാം ക്ലാസ്സിലെ പുതിയ SCERT പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. പിടിച്ചു കൊടുത്താൽ മുഴുവൻ പഗോഡയും കിട്ടും, വിവരം നൽകിയാൽ പകുതി. അപ്പോൾ പഗോഡ എന്നത് അന്നത്തെ വിനിമയ നാണയമാണ്. പഗോഡ അന്നത്തെ വിനിമയ നാണയമാണ്. പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത്: കേരളവർമ്മ പഴശ്ശിരാജാവിന് 3000 പഗോഡ, വീരവർമ്മ രാജാവിന് 1000, രവിവർമ്മ രാജാവ് 1000, പള്ളൂർ MN 1000, പള്ളൂർ രയരപ്പൻ 300, എടച്ചേനക്കുങ്കൻ 1000. ഇങ്ങനെയാണ് അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴശ്ശിക്കും സംഘത്തിനും വിലയിട്ടത്. അതായത് പിടിച്ചുകൊടുത്താൽ മുഴുവൻ പഗോഡയും കൊടുക്കും, വിവരം നൽകുകയാണെങ്കിൽ അതിൻ്റെ പകുതി കൊടുക്കും എന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അന്ന് പ്രഖ്യാപിച്ചത്. 1805 നവംബർ 30 പഴശ്ശി രാജാവ് കൊല്ലപ്പെടുന്നു. അദ്ദേഹം വെടിയേറ്റാണ് മരിക്കുന്നത്. അപ്പോൾ പഴശ്ശിരാജാവ് എന്നാണ് കൊല്ലപ്പെടുന്നത്? 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജാവ് കൊല്ലപ്പെടുന്നത്. പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതാണെന്നും പറയപ്പെടുന്നുണ്ട്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കരാണ്. കാവാലം മാധവ പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഈ നോവലിൽ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്. കാവാലം മാധവ പണിക്കരാണ് പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. രാജ്യസഭാംഗമായ ആദ്യ മലയാളിയാണ് കാവാലം മാധവ പണിക്കർ. നമ്മൾ വേറൊരു പണിക്കരെ കുറിച്ച് കൂടി പഠിക്കാറുണ്ട്, PN പണിക്കർ. അദ്ദേഹം ആരാണ്? ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാണ്. ആര്? PN പണിക്കർ. 17 വയസ്സുള്ളപ്പോൾ സനാതനധർമ്മം എന്ന ഗ്രന്ഥശാല സംഘത്തിന് രൂപം കൊടുത്തത് PN പണിക്കരാണ്. അദ്ദേഹം കോട്ടയംകാരനാണ്. PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ PN പണിക്കരെ പറയാനുള്ള കാരണം എന്താണ്? KM പണിക്കരെക്കുറിച്ച്, കാവാലം മാധവൻ പണിക്കരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. കേരള സിംഹം എന്ന നോവൽ എഴുതിയത് കാവാലം മാധവ പണിക്കരാണ്. PN പണിക്കർ ആരായിരുന്നു? ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാണ്. PM പണിക്കർ. അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. ഇനി പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത് പുൽപ്പള്ളിക്കടുത്ത് മാവിലാന്തോടിലാണ്. മാവിലാന്തോട്. പഴശ്ശിയുടെ മൃതദേഹം പല്ലക്കിൽ TH ബാബർ മാനന്തവാടിയിൽ കൊണ്ടുവന്ന് എല്ലാ ബഹുമതികളും കൂടിയാണ് സംസ്കരിക്കുന്നത്.
അതായത് അദ്ദേഹം പറയുന്നത്, കലാപകാരിയാണെങ്കിലും പഴശ്ശി മുറപ്രകാരം ഈ നാടിൻ്റെ രാജാവാണ്. അതുകൊണ്ട് ഒരു പരാജിത പരാജിത ശത്രുവിനോട് എന്ന പോലെയല്ല ഈ നാട്ടിലെ ഭരണാധികാരിയോടുള്ള ബഹുമാനം അദ്ദേഹത്തിന് നൽകണം എന്ന് പറയുന്നത് TH ബാബർ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പഴശ്ശിരാജാവിനെ എല്ലാവിധ ബഹുമതിയും കൂടിയാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിനെ സംസ്കരിക്കുന്നത്. പഴശ്ശി സ്മാരകം എവിടെയാണ്? പഴശ്ശി സ്മാരകം മാനന്തവാടിയാണ്, വയനാട് മാനന്തവാടി. പനമരം കോട്ട ആക്രമണം നടന്നത് 1802 ഈ പനമരം കോട്ട ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് തലയ്ക്കൽ ചന്തുവാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം പനമരമാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ കണ്ണൂരാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്, PSCക്ക് ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. പഴശ്ശി സ്മാരകം മാനന്തവാടി വയനാടാണ്. പനമരം കോട്ട ആക്രമണം നടക്കുന്നത് 1802 നേതൃത്വം കൊടുക്കുന്നത് തലയ്ക്കൽ ചന്തുവാണ്. തലയ്ക്കൽ ചന്തു സ്മാരകം പനമരമാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂരാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ഫലമായി ഉണ്ടായ കലാപമാണ് ഒന്നാം പഴശ്ശി കലാപം. നമ്മൾ പറഞ്ഞു 1792 മുതൽ 1797 വരെ. കണ്ണൂരിനും വയനാടിനും ഇടയിലുള്ള ഒരു നാട്ടുരാജ്യമാണ് കോട്ടയം. ഈ കോട്ടയം രാജവംശത്തിൻ്റെ ഇളമുറ തമ്പുരാനാണ് കോട്ടയം വീരകേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജാവിൻ്റെ ജന്മഗൃഹം പടിഞ്ഞാറേ കോവിലകമാണ്. പുരളീശന്മാർ, പുറനാട്ടുരാജാക്കന്മാർ എന്നും കോട്ടയം രാജവംശ രാജാക്കന്മാർ അറിയപ്പെടുന്നു. പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി രൂപീകരിച്ച വർഷം 1795. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി രൂപീകരിച്ചത് എന്നാണ് 1795. ഈ മുന്നണി രൂപീകരിച്ചത് സർ ജോൺ ഷോറിൻ്റെ ഗവൺമെൻറ്റിനെതിരെ 1793 മുതൽ 1795 വരെ ഗവർണർ ജനറൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എഴുതി തയ്യാറാക്കാൻ കോൺവാലിസ് പ്രഭുവിനെ സഹായിച്ച വ്യക്തിയാണ്. അപ്പോൾ എന്താണ്, ബ്രിട്ടീഷ് രാജാവ് ബ്രിട്ടീഷ് വിരുദ്ധ മുന്നണി രൂപീകരിച്ചത് 1795. ഈ മുന്നണി രൂപീകരിച്ചത് ആരാണ്? സർ ജോൺ ഷോർ. ഈ മുന്നണി രൂപീകരിച്ചത് പഴശ്ശിരാജാവാണ് 1795. അതായത് ഈ മുന്നണി രൂപീകരിച്ചത് ആർക്കെതിരെയാണ്? സർ ജോൺ ഷോർ ഗവൺമെൻറ്റിനെതിരെയാണ് ഈ മുന്നണി രൂപീകരിച്ചത്. അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ജോൺ ഷോർ. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എഴുതി തയ്യാറാക്കാൻ ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവിനെ സഹായിച്ച വ്യക്തിയാണ് ആര്? സർ ജോൺ ഷോർ. നോൺ ഇൻ്റർവെൻഷണൽ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ, ഖർദ യുദ്ധം നയിച്ച ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് സർ ജോൺ ഷോർ. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കും പഴശ്ശിക്കുമിടയിൽ മധ്യസ്ഥത വഹിച്ചത് ചിറക്കൽ രാജാവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കും പഴശ്ശിക്കുമിടയിൽ മധ്യസ്ഥത വഹിച്ചത് ആരാണ്? ചിറക്കൽ രാജാവാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിയോഗിച്ച ബോംബെ ഗവർണറാണ് ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത സർവകലാശാല സ്ഥാപകൻ ആണ് ആര്? ജോനാഥൻ ഡങ്കൻ. ഇന്ത്യയിൽ നടന്നിരുന്ന ശിശുഹത്യ എന്ന ദുരാചാരം പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആരാണ്? ജോനാഥൻ ഡങ്കനാണ്. ബനാറസ് ഹിന്ദു സർവകലാശാല മദൻ മോഹൻ മാളവ്യയാണ് സ്ഥാപിച്ചത്. ബനാറസ് ഹിന്ദു സ്കൂൾ ആനി ബസന്റ് ആണ്. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയാണ് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ വയനാട് ആക്രമണമാണ് ഇതിന് കാരണം. വയനാട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് പഴശ്ശിരാജാവ് രണ്ടാം പഴശ്ശി വിപ്ലവം നടത്തുന്നത്. പഴശ്ശി യുദ്ധങ്ങൾക്ക് സഹായമായിരുന്ന കുറിച്യരുടെ രാജാവ് ആരാണ്? തലയ്ക്കൽ ചന്തുവാണ്. കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശിയുടെ സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പു. പഴശ്ശി രാജാവിൻ്റെ പ്രധാനമന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. അപ്പോൾ
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറിച്യരുടെ നേതാവ് തലയ്ക്കൽ ചന്തുവാണ്. പഴശ്ശിയുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? കൈതേരി അമ്പുവാണ്. പഴശ്ശിരാജാവിൻ്റെ പ്രധാനമന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിൻ്റെ നായർ പടത്തലവനാണ് എടച്ചേന കുങ്കൻ. ഉണ്ണിമൂസ, പള്ളൂർ എം.എൻ. നായർ എന്നിവർ പഴശ്ശിരാജാവിൻ്റെ സഹായികളായിരുന്നു. പഴശ്ശിയെക്കുറിച്ച് ഒരു പക്ഷി പറന്നുപോയി എന്ന് അഭിപ്രായപ്പെട്ടത് ലഫ്റ്റനൻ്റ് ഗോൾഡനാണ്. കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ്? കുറിച്യറാണ് പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം. അപ്പോൾ ഇത്രയുമാണ് പഴശ്ശിരാജാവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ വിശദമായി തന്നെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.